അല്ലിക്ക നിങ്ങൾ എന്താണ് ഈ തരേണ്? അല്ല ദസ്നി, സാധനം കഴിഞ്ഞിട്ട് എന്താ നീ പറയത്ത്? ഒന്നുമില്ലക്ക, നിങ്ങൾക്ക് പണി ഉണ്ടാവുമ്പോൾ എല്ലാം ഞാൻ പറയണ്ട എന്നെ കൊണ്ടുവരുന്ന ആളല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞ്. എന്നാലും എന്നെ ഞാൻ സമ്മതിച്ചിരിക്കണം. ഇങ്ങനെയൊക്കെ കഷ്ടപ്പാടുണ്ടായിട്ടും ഒരു വിഷമം എന്നെ അറിയിക്കാതെ എങ്ങനെ ദസ്നി നിനക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? ഹലോ, അത് ഞാൻ ഐതറാണ്. ബഷീറെ പറയും. ഓ അതിനെന്താ, ഞാൻ കുറേ ദിവസമായിട്ട് പണിയില്ലാതെ നട്ടം തിരിഞ്ഞ് നടക്കുക. ഞങ്ങൾ പ്രാരാധം പറഞ്ഞിരിക്കുമ്പോളാ എൻ്റെ ഈ വിളി. എന്തായാലും വലിയ ഉപകാരമായി. എൻ്റെ പഠിച്ചവനെ ചിൻ്റെ പ്രാർത്ഥന കേട്ട്. ആ ഓക്കടാ, ഓക്കാം, നാളെ രാവിലെ എത്താം. എന്നാ ശരി. നോക്കീന്ന്, നിങ്ങൾക്ക് നാളെ പണിയുണ്ടല്ലേ? സന്തോഷായി. നിങ്ങളുടെ കയ്യിൽ പൈസ കിട്ടിയിട്ട് വേണം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എൻ്റെ ഓരോ കാര്യങ്ങളിൽ നോക്കിന്ന്, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ദേഷ്യപ്പെടുവോ? ദേഷ്യപ്പെട്. എന്തിന്? അത് പിന്നെ ഇജ്ജ് പറഞ്ഞോ, ഞാൻ ദേഷ്യപ്പെടില്ല. അതെ, കുട്ടികൾ പോണ സ്കൂളിൻ്റെ വണ്ടി പൈസ കൊടുത്തിട്ടില്ല. പിന്നെ ബാങ്ക് അടവിൻ്റെ പൈസ കൊടുക്കണം. ഒരടവ് പോലും നമ്മൾ കൊടുത്തിട്ടില്ല. പിന്നെ അതുമല്ല, ആ കുറിക്കാരൻ നിങ്ങളെ കണ്ടിരുന്നോ? ഇല്ല, കണ്ടിട്ടില്ല. റബ്ബേ, സമാധാനമായി. ഇജൊന്നുകൊണ്ട് വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. പോരെ? പിന്നെ ആ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്ത് കാര്യം? ഒന്നുമില്ല, എൻ്റെ ഗുളിക കഴിഞ്ഞിക്കണ്, അത് പറയാനാ. നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ, അതാ ഞാൻ പറയാഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി നീ മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്നും എനിക്കറിയാഞ്ഞിട്ടല്ല. നിന്റെ ഗുളിക ഞാൻ വരുമ്പോൾ കൊണ്ടുവരാം. നീ വാതിലടച്ച് കടന്നു. എടാ സുരേഷേ. എടാ ഇതറേ, ഇത്ര കാലം എവിടെ? ഞാൻ അവിടെ ഉണ്ട്. അത് പിന്നെ ഞാൻ പോവാ സ്റ്റാർക്കിങ് വിറ്റപ്പോൾ എനിക്ക് പണിയില്ലാതായി. പിന്നെ ആരും വിളിച്ചതുമില്ല. പല പണി അന്വേഷിച്ചു, ഒന്നും ശരിയായതുമില്ല. കഷ്ടപ്പാടായിരുന്നാണ് കുറച്ച് കാലം. നമ്മളെ ബഷീർ വിളിച്ചപ്പോഴൊരു ആശ്വാസമായത്. എന്താ ചെയ്യാ, നമ്മൾ ബസ് ജീവനക്കാരുടെ വിധിയാണ് ഇതൊക്കെ. ആരോട് പറയാനാ, എല്ലാം സഹിക്കുക തന്നെ. അല്ല, എപ്പോഴാണ് സ്റ്റാർട്ടിങ് ടൈം? സ്റ്റാർട്ടിങ് 9:40. ഓ, 9:40? പോവാനായല്ലോ. ഇപ്പോൾ 9:25. ലൈനിലൊക്കെ ആളുണ്ടോ? 2 ദിവസം ക്ഷീണുണ്ടായിരുന്നു. ഇന്ന് കുറച്ചൊക്കെ ലൈനിൽ ആളുണ്ടാവും. ഇന്ന് ആളുണ്ടാവില്ലേ? ഇന്ന് അവധിയൊന്നുമില്ലല്ലോ. ഇന്ന് അവധിയൊന്നുമല്ല. ഇന്ന് അവധിയാണെങ്കിലും ആളുണ്ടായാൽ മതിയായിരുന്നു. നമ്മളെ ജീവിതം ഈ ബസ്സാ. ഇതില്ലേ നമ്മളെ കുടുംബത. ശരിയാ. നമ്മുടെയൊക്കെ ഭാര്യമാരെ സമ്മതിക്കണം. കഷ്ടപ്പാടൊന്നും നമ്മളെ കാണിക്കാതെ നമ്മളെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പാവങ്ങളല്ലേ? പാവങ്ങളാണെന്നോ? പഞ്ചപാവങ്ങളാണ്. അവരാണ് നിന്റെ എൻ്റെയൊക്കെ ഊർജം. എന്തായാലും നമുക്കൊന്ന് ആഞ്ഞു പിടിച്ചോ. നോക്കാം. നീ വണ്ടി കയറി.
കൊണ്ടോട്ടി കോഴിക്കോട് കൊണ്ടോട്ടി കോഴിക്കോട് വെരി 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 കൊണ്ടോട്ടി കോഴിക്കോട് വെരി 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 കൊണ്ടോട്ടി കോഴിക്കോട് കൊണ്ടോട്ടി കോഴിക്കോട് 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 ആ വെരി 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 കോഴിക്കോട് കോഴിക്കോട് വെരി വെരി ഇതാ കയറി 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 ഓയ് 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 കോഴിക്കോട് 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 വെരി 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 കോഴിക്കോട് എന്താ എന്താ പ്രശ്നം? എന്താ പറ, എന്താണ്? നോർമൽ എന്താണ്? ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു പെങ്കൊച്ചു കൈ കാണിച്ചത് കണ്ടില്ലടാ? പെട്ടില്ലേട്ടാ? ഇല്ല നിന്റെ മുഖത്ത് കണ്ണെന്തിനാടാ? ഇല്ല, കണ്ടില്ല. എവിടെ നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കണേ? എന്നിട്ട് വണ്ടി നിർത്തിയില്ല എന്നുള്ള പ്രശ്നമുള്ളൂ. പ്രശ്നം ഉണ്ടെങ്കിലേ നീ വണ്ടി നിർത്തുള്ളൂ. ആ അയ്യോ അമ്മേ അടിക്കല്ലേ, 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 അയ്യോ. അവനോടി അവനോടി എന്താ പ്രശ്നം? എന്തേ കാണിക്കണേ? പ്രശ്നങ്ങൾ പറയും. എന്താ പ്രശ്നം പറയും? അടിക്കും. ബസ്സിന് കൈ കാണിച്ചാൽ നിർത്താവൂ. പോകേണ്ട സിറ്റുവേഷൻ വന്നാൽ പോകേണ്ടി വരും. അതിനെന്തോ കുഴപ്പം? ആ കുഴപ്പമുണ്ട്. ഞങ്ങൾക്ക് ഈ ബസ്സേ കയറണമെന്ന് വെച്ചാൽ ഞങ്ങൾ കൈ കാണിക്കത്ത് വണ്ടി നിർത്തണം. നിങ്ങൾ പറഞ്ഞു നിർത്തണമെങ്കിൽ സ്വന്തം ബസ്സായിരിക്കും. അല്ലെങ്കിൽ പറ്റില്ലേ? പറ്റില്ല. സാറിനകത്ത് വരുമാനോ ഭാഗ്യ വിളിച്ചു പറയണോ? അവർ കാര്യം ചെയ്യാം. നമുക്ക് ഹോസ്പിറ്റൽ ഉണ്ടാ. എന്നാ ശരി കേട്ടോ. മെല്ലെ 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 അവിടെ മെല്ലെ മെല്ലെ ഉള്ളോട്ട് കയറ്റി. മെല്ലെ മെല്ലെ പറയാ താങ്ങി പിടി. മെല്ലെ മെല്ലെ ഉള്ളോട്ട് വിടാം. ആദ്യം മാറി ആ ഡോർ നടിക്കും. ഈ വണ്ടി കയറിയ മറ്റുള്ളവർക്ക് പറഞ്ഞോളൂ. ആ ഡോർ അടിക്കാൻ പറയും. ശരി, ഡോർ നടിക്കും. ശരി ശരി. നോക്കിയിറങ്ങ്. മെല്ലെ 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 ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച്. ആ നോക്കിയിറങ്ങോ. വീട്ടിൽ കൊണ്ടുവിടണോ? നിനക്കെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിലേ സ്റ്റേഷനിൽ വന്ന് പറ. തനിക്കാരും കണ്ട തിരിച്ചറിയോ? ഇല്ല സാർ, ഇനി കേസൊന്നും വേണ്ട. ഇനി വെറുതെ പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കണ്ട, അടിപിടിക്കൊന്നും. ഇല്ല സാർ, ഞങ്ങൾ ബസ് ജീവനക്കാർ അടിപിടിക്കൊന്നും പോകാറില്ല. എല്ലാം ഞങ്ങളെ തേടി ഇങ്ങോട്ട് വരിക ചെയ്യും. ശരി ശരി, നേരമാണെന്ന് ചോദിച്ചാ എല്ലാവർക്കും നന്ന്. ശരി എല്ലാം പോ.
നിങ്ങൾക്ക് പറ്റിയത്? എന്താ പറയേ? പറയാം, നീ മോളെ മാറ്റി. എന്താ നിങ്ങൾക്ക് പറ്റിയത് പറയേ? ഒക്കെ പറയാം. പഠിച്ചോനെ, നിങ്ങളിവിടെ ഇരിക്കേ, മെല്ലെ ഇരിക്കേ. എന്താ നിങ്ങൾക്ക് പറ്റിയത്? എന്തൊക്കെ സംഭവിച്ചത്? എന്താന്ന് വെച്ചാ പറയേ. എല്ലാം പറയാം. ഇതാണ് സംഭവിച്ചത്. എന്നാലും കണ്ണു ചോരില്ലാത്തവന്മാര് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ആ ഒന്നും സാറില്ല തസ്നി. ഇജാ മൊബൈലിൻ്റെ എടുക്ക. ഇക്ക, ഇതാ ഫോണ്. ഇതാണ് വെച്ച മോളെ. ഇവിടെ ഇരി. എൻ്റെ പ്രിയ ബസ് യാത്രക്കാരെ സഹോദരങ്ങൾ, ഞാനും നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്. ഞാനൊരു ബസ് ജീവനക്കാരനാണ് എന്നതുകൊണ്ട് ഞാനൊരു മനുഷ്യനല്ലാതാവുന്നില്ല. ഞങ്ങൾ ബസ് ജീവനക്കാർക്കുണ്ട് കുടുംബവും മക്കളും. എനിക്കുമുണ്ടൊരു കുടുംബം, വളരെ പ്രാരാബ്ധത്തിൻ്റെ നടുവിൽ ജീവിക്കുന്നൊരു കുടുംബം. ഒരു ചാരിറ്റിയാണ് സത്യത്തിലൊരു ബസ് നൽകുന്നത്. അമിത കൂലി കൊടുത്ത് നിങ്ങൾ മറ്റുള്ള വാഹനങ്ങൾ ആശ്രയിക്കുമ്പോൾ അതിൻ്റെ 1/3 ഭാഗം വരുന്നില്ല ബസ് ചാർജ്. ഇതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ട് ഒരു കുടുംബത്തിലെ 4 പേരാണ് ജീവിച്ചു പോകുന്നത്. നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നൊരു കർത്തവ്യം മാത്രമേ ഞങ്ങൾ ബസ് ജീവനക്കാർ ചെയ്യുന്നുള്ളൂ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കി എന്തിന് ഞങ്ങൾ ഉപദ്രവിക്കുന്നു? ഞങ്ങളും നിങ്ങളെപ്പോലെ പ്രയാസങ്ങളുള്ളവരാണ്. ഇതെൻ്റെ മോളാണ്. ഇവള് സ്കൂളിൽ പോയിട്ട് 4 ദിവസമായി. കാരണം സ്കൂൾ വാഹനത്തിന് കൊടുക്കാൻ പൈസ ഇല്ല, ബാഗിൽ അടവിന് പൈസ ഇല്ല, ഭക്ഷണം കഴിക്കാൻ പോലും കയ്യിൽ 5 പൈസ ഇല്ല. 15 ദിവസത്തോളമായി എനിക്കൊരു ജോലി ഇല്ലായിട്ട്. എന്നതിന് ശേഷം ഇന്നൊരു ജോലി കിട്ടിയത് അത് ഇനി പരുവത്തിലാക്കി. ആരോ ചെയ്ത് ചെറിയൊരു തെറ്റിന് ഇത്ര വലിയ ശിക്ഷ. ഒരു സ്റ്റോപ്പിൽ ബസ് നിർത്തിയില്ലാന്ന് പറഞ്ഞാൽ വന്നവരെന്നെ ആക്രമിച്ചു. സത്യം എന്തെന്നറിയാതെ ഒന്നും ചോദിക്കാതെ വന്നവർ തല്ലുകാരും. എന്തിനു വേണ്ടി? തലേ ദിവസം ജോലിക്ക് കയറിയവരായിരിക്കില്ല മറ്റുള്ള ദിവസങ്ങളിൽ ജോലിക്ക് ഉണ്ടാവുക. ബസിൻ്റെ കളറും പേരും നമ്പറും നോക്കിയിട്ട് ഒരിക്കലും ജീവനക്കാർ ഉപദ്രവിക്കരുത്. ഞങ്ങൾ ബസ്സിലെ ജീവനക്കാർ എല്ലാവരും നല്ലവരാണെന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങളിലുണ്ട് എല്ലാറ്റും ഉള്ളതുപോലെ കുറേ പാഴ്വസ്തുക്കൾ. 100-ൽ 90% ജീവനക്കാർ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവർ. കുടുംബം തരുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഏറ്റ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവരാ എന്ന് പറഞ്ഞു പോകുന്നവരാണ് ബസ് ജീവനക്കാർ. ഞങ്ങളെ ജീവനോ ജീവിതത്തിനോ ഒരു ഗ്യാരണ്ടിയുമില്ല. ആളും തരവും നോക്കാതെ ഞങ്ങൾ ഉപദ്രവിക്കരുത് പ്ലീസ്. ഞങ്ങളിലും തെറ്റുകളുണ്ടായിരിക്കാം. തെറ്റ് ചെയ്തവനെ കണ്ടെത്തി ശിക്ഷിക്കുകയല്ലേ നല്ലത്. അതും പോലീസിൽ പരാതിപ്പെട്ട്. നിങ്ങൾ സ്വയം പോലീസ് ആവരുത്. ജനം പോലീസായ നാട് നശിക്കും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ബസ് ജീവനക്കാർക്ക് നേരെയുള്ള അക്രമങ്ങളിൽ നിന്നും നിങ്ങൾ പിന്മാറണം, ചിന്തിച്ച് പ്രവർത്തിക്കണം. ഇതൊരു അപേക്ഷയാണ്. എൻ്റെ മാത്രമല്ല, എല്ലാ ബസ് ജീവനക്കാർക്കും വേണ്ടി അപേക്ഷ പ്ലീസ്. ഇത് നമ്മുടെ ബസ്സിലെ കണ്ടക്ടറല്ലേ? ആരാ? ഹൈദറല്ലേ അവിടെ? ഉണ്ട്. ഒന്ന് വിളിക്കുവോ? കയറിയിരിക്കി. അല്ല, ഞങ്ങളിവിടെ നിന്നോളാം. ഇക്ക, നിങ്ങളെ കാണാൻ ആരോ വന്നിക്കണ്.
എടാ ദേവ, എത്ര കാലമാണ് നിന്നെ കണ്ടിട്ട്? എവിടെയായിരുന്നു അവിടെ എത്ര കാലം? ഞാനിവിടെ ഉണ്ടായിരുന്നില്ലടാ, പുറത്തായിരുന്നു. വാ കയറി ഉം. മുള കയറി. ഏതീ കുട്ടി? ഇതെൻ്റെ മോളാടോ. നിന്റെ മോളോ? ആ, ഓ, മോളെ പേരെന്താ? പ്രിയ. നല്ല പേര്. മോളെത്രല്ല പഠിക്കണേ? +2 +2. ആ അതെ. തസ്നി, ഇവർക്ക് കുടിക്കാൻ തരും കൊടുക്കാം. വേണ്ട, ഒന്നും വേണ്ട. ആദ്യമായിട്ടൊരു വീട്ടിൽ വന്നിട്ട് ദേവ ഒന്നും കുടിക്കാതെ. അതൊന്നും പ്രശ്നമില്ലടോ. ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിനാ. എന്ത് കാര്യം? സത്യത്തിൽ മിനിയാന്ന് എന്താ ഉണ്ടായത്? ഓ അതൊന്നുമില്ല. അതാളെ മാറി തല്ലിയതാ. എന്തിന്? ഒരു പെൺകുട്ടി ബസ്സിന് കൈയാണിച്ചിട്ട് നിർത്തിയില്ലെന്നാ പറഞ്ഞത്. ആ പെൺകുട്ടി ഏതാണെന്നറിയാൻ എനിക്ക്? അത് ഇവളാ, എൻ്റെ മോൾ പ്രിയ. ഇവളുടെ പേരും പറഞ്ഞാൽ പ്രശ്നം ഉണ്ടായത്. ദേവ, അന്ന് ഞാൻ ജോലിയിലുണ്ടായിട്ടില്ല. ഞാൻ മിനിയാന്ന് കയറിയതേ ഉള്ളൂ. മോളെ ബസ്സിൽ കയറ്റാതെ പോയ കണ്ടക്ടർ ഞാനല്ല. എനിക്കറിയാം നീ അങ്ങനെ ചെയ്യണ ആളല്ലെന്ന്. നമ്മളൊന്നും ഒരു കുട്ടിയും ബസ്സിൽ കയറ്റാതെ പോയിട്ടില്ലല്ലോ. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ കലിപ്പ് തീർക്കാൻ വേണ്ടി നമ്മളെപ്പോലുള്ള പാവങ്ങളെ അവർക്ക് വേണം. പണ്ട് ഞാനും നിന്നെപ്പോലെ കണ്ടക്ടറായിരുന്നല്ലോ. ഇപ്പോഴല്ലേ ഗൾഫുകാരനായത്. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം എൻ്റെ മകളായതിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. അതൊന്നും സാരില്ല. ഇവിടെ കുട്ടിയല്ലേ, മോളറിയുന്നില്ലല്ലോ അതൊന്നും. എൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ നീയല്ലേ മധ്യസ്ഥം വഹിച്ച് പ്രശ്നം തീർക്കാറ്. എന്നിട്ട് നിനക്കിങ്ങനെ വന്നതിൽ നീ അത് വിടുതേവ, എനിക്കൊരു പ്രശ്നമല്ല. നീയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത മനപ്രയാസം ഉണ്ടായി. അതാണ് ഞാൻ ഇവളെയും കൂട്ടി വന്നത്. അങ്കിളെ സോറി. ഞാൻ സാരല്ല മോളെ, മോളൊന്നും ചെയ്തില്ലല്ലോ. സാരല്ല. അല്ല, നിന്റെ മക്കളെവിടെ? അവള് പുറത്തെവിടെയോ കളിക്കാൻ പോയിക്കാണ്. ഓ മോളെ, ഉം. ഇത് അങ്കിളിന് കൊടുക്ക്. വാങ്ങങ്കിളെ, എന്താ വാങ്ങ്. മോളെ? ഇതൊന്നും വെച്ചോ, വേണ്ടാന്ന്. ഇത് വെക്കങ്കിളെ. വേണ്ട മോളെ. അങ്കിളെ, അങ്കിളുടെ കുട്ടികൾ സ്കൂളിൽ പോകാൻ പൈസ ഇല്ലാത്ത കാരണത്താൽ അവരിനി സ്കൂളിൽ പോകാതെ നിൽക്കരുത്. എന്താ മോളെ ഇത്? ദേവാ, ഒന്നും പറയണ്ട. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയാം. ഇനി നിനക്കെന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയാം. പിന്നെ എൻ്റെ അളിയൻ പ്രശാന്ത നിൻ്റെ ഈ അവസ്ഥക്ക് കാരണം. എന്തിന്? പണ്ടെന്നോ ആ ബസ്സുകാരായിട്ട് പ്രശ്നം ഉണ്ടായതാ. ആ പകയണവന്. അവനോട് അവൻ്റെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞത് മറ്റൊന്നായിരുന്നു. എന്താടാ അങ്ങനെ ആയത്? എടാ ഒരു മിനിറ്റ്. ആ ഹലോ, പ്രശാന്ത് അല്ലേ? അതെ. എടാ ഞാൻ അഗിരിയാ. ആ പറഗിരി. എടാ എൻ്റെ പെങ്ങളെ പോലും ബസ്സിന് കൈ കാണിച്ചിട്ട് ആ സനാ ബസ് നിർത്താതെ പോയി. സനാബസ്. ഇങ്ങനെ തന്നെ അവർ ചെയ്യല്. ഇതങ്ങനെ വിടരുത്. അവൻ്റെ തണ്ടട് തീർക്കണം. പിന്നെ എൻ്റെ പഴയ കണക്കും തീർക്കണ്ടേ. ഞാനും വരാം. ആ ശരിയടാ, അവർക്കുള്ള പണി നമുക്ക് നാളെ കൊടുക്കാം. ഇപ്പം എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. നാളെ നീയും വാ. ആ ബസ്സിൻ്റെ മുതലാളിക്കും അതിൻ്റെ പണിക്കാർക്കും നാളെ നല്ലൊരു പണി കൊടുക്കണം. ആ ബസ്സിൽ വെച്ച് പണ്ട് ഞാനൊരു പെണ്ണിനെ തൊട്ടതിന് യാത്രക്കാരുടെ മുമ്പിൽ വെച്ച് എന്നെ നാറ്റിച്ചവനാ ആ ബസ്സിൻ്റെ മുതലാളി സെബാസ്റ്റ്യൻ. അയാളുടെ അഹങ്കാരം നമുക്ക് നാളെ സ്റ്റാൻഡിൽ വെച്ച് തീർക്കാം. ഇതെനിക്ക് കിട്ടിയൊരു അവസരമാണ്. ഞാനും വരാം. നീയും വാ. ഇതാണ് സംഭവിച്ചത്. അവൻ്റെ എടുത്തിയാട്ടം അതാണ് കുഴപ്പമായത്. അവന് ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടാണ് വരുന്നത്. അവൻ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് വയ്ക്കുന്നു. ഛേ, എന്താ ദേവ നീ കാണിക്കണേ? കഴിഞ്ഞേ, ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം എൻ്റെ വിധിയാണെന്ന് കരുതാം. അതല്ലേ ഇനി പറ്റുള്ളൂ. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി വാ മോളെ. ശരി, എന്നാൽ പോയിട്ട് വരട്ടെ. അങ്കിളെ പോയി വരട്ടെ. ശരി.
ഹൈദരില്ല ഇവിടെ? ആ എന്നാ വിളിക്ക്. ഇക്ക ഇക്ക എന്താ തസ്നി, എന്താ? ഇതാ ഇവര്. ആരാത്? പ്രസിഡന്റോ? വരി കയറിയിരിക്കെ. ആരൊക്കെ ഇത്? ഇത് നമ്മളെ അസോസിയേറ്റ്സ് പ്രസിഡന്റാ. അപ്പൊ മറ്റോരോ? അത് മെമ്പർമാരാ. അല്ല, വന്ന നിൽപ്പിൽ നിൽക്കണോ? കുടിക്കാൻ എന്തെങ്കിലും? ഏയ് ഒന്നും വേണ്ട, പോയിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളതാ. പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. പോലീസിൽ പരാതി കൊടുക്കുകയാണെങ്കിലേ അവർക്കൊരു മുട്ടൻ പണി കൊടുക്കാമായിരുന്നു. ഏയ് അതൊന്നും വേണ്ട പ്രസിഡന്റെ, പിന്നീട് അതൊക്കെ വലിയ പ്രശ്നമാവും. എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. നീ രോഗം ഭേദമായ വീണ്ടും ബസ് കയറിക്കോ. ഇനിയൊരു പ്രശ്നമില്ലാതെ ഞങ്ങൾ നോക്കിക്കോളാം. ബസ്സാകുമ്പോൾ പരാതികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ കയറി ബസ്സിലെ ഡ്രൈവറെയും കണ്ടക്ടറെയും കൈവെക്കാന്ന് വെച്ചാൽ അതങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. പ്രസിഡന്റ്, ഇനി ഒരു പ്രശ്നത്തിനും പോണ്ട. ചിലപ്പോൾ അവന്മാർക്ക് തെറ്റുപറ്റിയതാണെങ്കിലോ? തൽക്കാലം നീ പോലീസിൽ പരാതി കൊടുക്ക്, ബാക്കി അവന്മാർ നോക്കിക്കോളും. നമ്മളാരും അവരെ തല്ലും വാങ്ങി അവരെ സേവിക്കേണ്ടവരല്ല. നമ്മളും മനുഷ്യരാണ്. അത് ജനങ്ങളും യാത്രക്കാരും മനസ്സിലാക്കണം. ഒരു ബസ്സിന്റെ ഡ്രൈവറുടെ കയ്യിലാ ആ ബസ്സിലെ യാത്രക്കാരുടെ ജീവൻ. ഒരു മുതലാളിയുടെ വിയർപ്പിന്റെ കാവൽക്കാരനാ ഒരു ബസ് കണ്ടക്ടർ. ഇത് യാത്രക്കാരും ജനങ്ങളും മനസ്സിലാക്കണം. നിനക്ക് ഇങ്ങനെ സംഭവിച്ചാൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. ബസ് ഓണേഴ്സ് പ്രസിഡന്റ് എന്ന നിലയിൽ എന്ത് സഹായവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, ഒന്നും കുടിക്കാതെ? ഏയ് അതൊന്നും സാരമില്ല, പിന്നെ വന്ന് പിടിക്കാലോ. തൽക്കാലം ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ വക ഇതിരിക്കട്ടെ. ഓക്കെ, ശരി. വേണ്ട വേണ്ട, എഴുന്നേൽക്കണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ഒരു കസേരയും എടുക്കും. നിന്റെ ലൈവൊക്കെ ഞാൻ കണ്ടിരുന്നു. ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നിനക്ക് ആളെ കണ്ട തിരിച്ചറിയുമോ? അത് പിന്നെ സാർ, അത് വന്ന് പ്രസാദ് ഇല്ലേ? ഏത് മുമ്പ് ബസ്സിൽ കയറി പെണ്ണിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച? ഓ, അപ്പൊ അവൻ കണക്ക് തീർക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ അതാണ് കാര്യം. നീ വിഷമിക്കണ്ട. കുറച്ചു കാലം മുമ്പ് ഞാനും അവനായിട്ടുണ്ടായ പ്രശ്നമാണ്. ഞാൻ അപ്പോഴേ അത് മറന്നു. പക്ഷേ അവൻ അത് ഉള്ളിൽ പകവെച്ചുകൊണ്ട് നടന്നു. അവനുള്ളത് എങ്ങനെ കൊടുക്കണമെന്ന് എനിക്കറിയാം. മുതലാളി വേണ്ട, ഇനി ഒരു പ്രശ്നത്തിനും പോണ്ട. ഇല്ലില്ല, ഞാൻ പോകുന്നില്ല. പക്ഷേ അവനെ കാണേണ്ടവർ കാണും. നീ പോലീസിൽ പരാതി കൊടുത്തോ? ഇല്ല. നന്നായി, അത് ബാക്കി ഞാൻ നോക്കിക്കോളാം. മുതലാളി, ഇനി ഒരു പ്രശ്നത്തിനും പോണ്ട. അവൻ്റെ അളിയൻ പഴയ ഒരു ബസ് കണ്ടക്ടറാണ്, ദേവൻ. ഏത്, നമ്മുടെ അനുഗ്രഹത്തിൽ പോയ ദേവനോ? അതെ. അവൻ്റെ ആരാ? അളിയൻ. ദേവൻ വന്നിരുന്നു, അവന് വേണ്ടി മാപ്പ് പറഞ്ഞിട്ടാ പോയത്. ഓ, അങ്ങനെയാണ് പ്രശ്നം. ശരി, ഇനി അവൻ എൻ്റെ ജോലിക്കാരുടെ നേർക്കോ എൻ്റെ നേർക്കോ വന്നാൽ വെച്ചേക്കില്ലെന്ന് അവനോട് പറഞ്ഞേക്കൂ. ഓ, ഞാൻ പറയാം മുതലാളി. ശരി, നീ രോഗം ഭേദമായാൽ വന്ന് വണ്ടി കയറി. ഓക്കെ. ഡാ, ആ വണ്ടിയിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്ത് വെക്ക്. ഈ സാധനങ്ങളെല്ലാം എടുത്ത് അകത്തുകൊണ്ട് വെക്ക്. അല്ല, ഒരു ചായ പോലും ഇല്ല അല്ലേ? ഉണ്ട്, ഞാൻ ഇപ്പൊ തരാം. നിങ്ങൾ വർത്താനത്തിലല്ലേ വെച്ചിട്ടാ ഞാൻ. വേണ്ട വേണ്ട, എന്നാ ഞാൻ ഇറങ്ങുവാ. ഞാനൊരു തമാശ പറഞ്ഞ. അപ്പൊ പറഞ്ഞ പോലെ ശരി, വാടാ, പോകാം. എല്ലാം ശരിയാവുന്ന കരുതുക. ഹൈദറേ, ദേവനോ? എന്ത് ഇന്നേരത്ത്? അത് പിന്നെ വീട്ടിൽ പോയിട്ട് മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ലടോ. വാ, ഇരി.
ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ അളിയൻ പ്രശാന്ത്. ഇവനാണ് സ്റ്റാൻഡിൽ വെച്ച് നിന്നെ കണ്ണ് തുറന്ന് എല്ലാം കണ്ട് മനസ്സിലാക്കി. ഇതുപോലെയുള്ള പാവങ്ങളെയാ നിന്നെപ്പോലുള്ള നീചന്മാർ അടിച്ച് പരുവത്തിലാക്കുന്നത്. ഇവരുടെയൊക്കെ ശാപം ഏത് ഗംഗയെ കുളിച്ചാൽ മാറോടാ. പ്രശാന്തേ, ഇനിയെങ്കിലും നിന്റെ പ്രതികാരം നിർത്ത്. അതാണ് നിനക്ക് നല്ലത്. നീ ബസ്സിൽ കയറിയിട്ടൊരു വേണ്ടാതീനം കാട്ടി. അത് ചോദ്യം ചെയ്ത ബസ് ജീവനക്കാരെ നീ തല്ലുകയും ചെയ്തു. അത് തീർക്കാൻ ഈ പാവത്തിന് മേത്ത് കയറുകയും ചെയ്തു. ഇനിയെങ്കിലും നിർത്തിക്കൂടെ ഈ ഗുണ്ടായുസം? അളിയ ഞാൻ ഒന്നും പറയണ്ട നീ. അളിയ ഞാൻ പറയുന്നു കേൾക്ക്. എനിക്ക് പറ്റിപ്പോയി. എങ്ങനെ പറ്റാതിരിക്കും? ഈ ബസ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് എനിക്ക് കരുതിയിരിക്കുന്നത്? ഒരുപാട് പേരുടെ ജീവിത ലക്ഷ്യം നേടാൻ യഥാസമയം എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന കർമ്മം ചെയ്യുന്നതാ ബസ്. അതേ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യുന്നവരാ അതിലെ ജീവനക്കാരും. അതാണ് നീ മറന്നത്. അളിയൻ പറ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? കാല് വീണ് മാപ്പ് പറയണം. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ഇക്ക, മാപ്പ്. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ മാപ്പ്. ചേ, സാരല്ല, കഴിഞ്ഞില്ലേ. ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല. നമ്മളെല്ലാവരും മനുഷ്യനല്ലേ, തെറ്റ് പറ്റും. പക്ഷേ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോഴാണ് കുറ്റകൃത്യങ്ങളാവുന്നത്. സാരല്ല, നിന്റെ മനസ്സിൽ ചെയ്തു പോയതിന് കുറ്റബോധം ഉണ്ടല്ലോ, അതിനെ ഒരു മനുഷ്യന് വേണ്ട. ദേവാ, ഇവനും കൂടി പോയിക്കോ. ഇനി ഇവനൊരു പ്രശ്നത്തിനും പോകില്ല. അല്ല പ്രശ്നത്തെ. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ. ആ പിന്നെ വരുന്ന 3-ാം തീയതി ഞാൻ ഗൾഫിൽ പോവുക. നിർബന്ധമായും നീയും ഭാര്യയും അവളും വരണം. തീർച്ചയായിട്ടും മറക്കരുത്. ശരി ശരി. ഈ വണ്ടി എപ്പോഴാ പുറപ്പെടുക? കയറിക്കോളിയാക്കാ, ഈ ബസ് ഉടനെ പുറപ്പെടും. കോഴിക്കോട് 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 കൊണ്ടോട്ട് കോഴിക്കോട് കോഴിക്കോട് കോഴിക്കോട്